ഗുരുവോം തത്സത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം. മന്ത്രം 11. ഓം കുവലയമൊക്കെ വിളങ്ങിടുന്ന പുത്തൻ പവിഴമലയ്ക്കു മുളച്ചെഴും നിലാവും തഴുവിന വെൺമണി താരകങ്ങളും നിന്നൊഴിവറെ രക്ഷകൾ ചെയ്യുവാൻ തൊഴുന്നേൻ. കുവലയമൊക്കെ ആമ്പൽ പൂക്കൾ മുഴുവൻ അഥവാ കുവലയമാകെ വിളങ്ങിടുന്ന, വിരിഞ്ഞു പ്രകാശിക്കത്തക്കവണ്ണം അഥവാ തെളിഞ്ഞു കാണുമാറാകത്തക്കവണ്ണം പുത്തൻ പവിഴമലയ്ക്ക് മുളച്ചെഴും നിലാവും. പവിഴം കൊണ്ട് തീർത്ത പുതിയ മലയ്ക്ക് മുകളിൽ നിന്നും പുതിയതായി ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലെ നിന്റെ ജടാജുടത്തിൽ പൊന്തിക്കാണുന്ന നിലാവെളിച്ചവും തഴുവിന വെൺമണി താരകങ്ങളും, ആ നിലാവിൻ്റെ തഴുകൽ കൊണ്ട് തന്നെ വെളിച്ചമുള്ളതായി ശോഭിക്കുന്ന സാധാരണ ചന്ദ്രനും പ്രകാശഗോളങ്ങളും പ്രത്യക്ഷമായി നിന്ന് ഒഴിവറെ, ഒഴിവ് അറത്തക്കവണ്ണം അല്ലെങ്കിൽ ഒഴിവ് അറ്റുപോകത്തക്കവണ്ണം ഇടതടവില്ലാതെ രക്ഷ ചെയ്യുവാനായി തൊഴുന്നേൻ, ഞാൻ തൊഴുന്നേൻ. നിലാവുദിക്കുമ്പോൾ അതിൻ്റെ വെളിച്ചം തട്ടി ആമ്പലുകൾ വിരിയുന്നു. നിന്റെ ജടാജുടം പുതിയ പവിഴമല പോലെ വിളങ്ങുന്നു. അതിൻ്റെ തലപ്പത്തു നിന്ന് നിലാവുദിച്ചുയരുന്നത് പോലെ നിന്റെ ജടയിലെ ചന്ദ്രകല ശോഭിക്കുന്നു. അതിൻ്റെ ശോഭ തട്ടി ആമ്പലുകൾ പോലെ ഭൂമണ്ഡലമാകെ പ്രകാശിക്കുന്നു. അതേ നിലാവിൻ്റെ തൻ്റെ തഴുകലേറ്റ് ആകാശത്തിലെ ചന്ദ്രനും പ്രകാശഗോളങ്ങളുമെല്ലാം ശോഭിക്കുന്നു. ഇതെല്ലാം ഒന്ന് ചേർന്ന് പ്രത്യക്ഷമായി നിന്ന് ഇടതടവില്ലാതെ രക്ഷ ചെയ്യാൻ വേണ്ടി ഞാൻ തൊഴുന്നു. കുവലയമെന്ന വാക്കിന് ആമ്പൽ എന്നും ഭൂമണ്ഡലമെന്നും അർത്ഥമുണ്ട്. ഈ നാനാർത്ഥം വെച്ചുകൊണ്ടുള്ള സങ്കീർണമായ ഒരു അലങ്കാര പ്രയോഗമാണ് ഈ ശ്ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശ്ലോകം എന്ന അലങ്കാരമാണ് മുന്നിട്ട് നിൽക്കുന്നത്, ഒപ്പം ഉപമയും. യസ്യ ഭാസ സർവമിതം വിഭാതി, യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നുവോ അത് എന്നൊരു ഉപനിഷത്ത് സൂക്തമുണ്ട്. ഈ സൂക്തത്തിലെ സത്യദർശനത്തിൻ്റെ ഒരു ദൃശ്യരൂപം എന്ന നിലയിലാണ് നിന്റെ ജടാജൂടത്തിലെ ചന്ദ്രകലയെ ഞാൻ കാണുന്നത്. നിലാവുദിക്കുമ്പോൾ അതിൻ്റെ തഴുകലേറ്റ് ആമ്പൽ പൂവ് വിരിയും. അതുപോലെ നിന്റെ ജടാജുടത്തിൽ പൊന്തി നിന്ന് ശോഭിക്കുന്ന നിലാവിൻ്റെ തഴുകൽ ഏറ്റാണ് ഭൂമണ്ഡലമാകെ ശോഭിക്കുന്നത്. ഭൂമണ്ഡലം മാത്രമല്ല, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ ഗോളങ്ങളും പ്രകാശിക്കുന്നത് അതേ നിലാവിൻ്റെ തഴുകൽ ഏറ്റാണ്. ആ നിലാവ് ഉദിച്ചു പൊങ്ങുമ്പോൾ നിന്റെ ചെഞ്ചിട പവിഴമല പോലെ ശോഭിക്കുന്നു. ഇതെല്ലാം ഒന്നു ചേർന്ന പ്രത്യക്ഷാനുഭവത്തിൽ എന്ന പോലെ കാര്യരൂപത്തിലും കാരണരൂപത്തിലുമുള്ളതെല്ലാം ഒന്നു ചേർന്ന് ഒരു സത്യമായി എനിക്ക് അപരോക്ഷമായി ദർശിക്കുവാൻ ഇടയാകണം. എനിക്കുണ്ടാകുന്ന ഇടതടവില്ലാത്ത ദർശനമായിരിക്കണം അത്. അപ്പോൾ ആ ദർശനത്തിൻ്റെ രക്ഷ ഇടതടവില്ലാതെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. അതുണ്ടാകുവാൻ വേണ്ടി ഞാൻ കൈതൊഴുന്നു. ഭൂമിയും പ്രകാശഗോളങ്ങളും ചേർന്നാൽ വിശ്വമായി. ആ വിശ്വത്തെ മുഴുവൻ വിളക്കുന്നത് നിന്റെ ജടാജുടത്തിൽ ഉദിച്ചു പൊങ്ങുന്ന നിലാവാണ്. ഈ പ്രകാശഗോളങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് ഒരു ചന്ദ്രൻ. അത് കാര്യത്തിൻ്റെ തലത്തിലുള്ള, ഭാവങ്ങളുടെ തലത്തിലുള്ള ചന്ദ്രനാണ്. എന്നാൽ എല്ലാ ഭാവങ്ങൾക്കും ആദി കാരണമായിരിക്കുന്ന ഒരു സത്ത് ഉണ്ട്. ആ സത്തിൻ്റെ സ്വരൂപം കേവലം അറിവാണ്. ശുദ്ധ ചിന്മാത്രമെന്നും പറയും. അതിൻ്റെ പ്രതീകമാണ് നിന്റെ ജടാജുടത്തിലെ നിലാവ്. ആ നിലാവിൻ്റെ വെളിച്ചം തട്ടി വിശ്വമാകെ പ്രകാശിതമായിരിക്കുന്നു. അതെനിക്ക് ദർശിക്കണം. അത് കണ്ണിന് കാണാവുന്ന ഒരു ദർശനമല്ല. ആയിരുന്നെങ്കിൽ അതിനെ പ്രത്യക്ഷാനുഭവം എന്ന് പറയാമായിരുന്നു. മറ്റൊരിടത്തിരിക്കുന്നതിനെ അനുമാനിച്ചറിയുന്നത് പോലെയുള്ള പരോക്ഷമായ അറിവുമല്ല അത്. ആ അറിവ് എൻ്റെ ഉള്ളിൽ തന്നെ വിളങ്ങുന്നതാണ്. എൻ്റെ ഉള്ളിലുള്ളതിനെ കാണാൻ ഞാൻ പുറത്തേക്ക് നോക്കേണ്ട കാര്യവുമില്ല.
അങ്ങനെ പുറത്തേക്ക് നോക്കാതെ, മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഉള്ളിലുള്ളതിനെ നേരിട്ടറിഞ്ഞ് അനുഭവിക്കുന്നതിൻ്റെ പേരാണ് അപരോക്ഷാനുഭൂതി. അതിനുവേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥന നടത്തുന്നത്. ഗുരുവോം തത്സത്ത്.